ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാകൃഷ്ണൻ DB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്ക് ഓപ്പണിംഗ് ആണ്. ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു വീക്ക് സെൻറ്റിമെൻറ്റിലാണ് ഇന്ന്. ഇതിന് പ്രധാനപ്പെട്ട കാരണം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഫൈറ്റാണ് അവിടെ നടക്കുന്നുള്ള റിപ്പോർട്ടുകളാണ്. ഒപ്പം ട്രംപിൻ്റെ മെറ്റൽ താരിഫ്, സ്റ്റീലിന്മേലും അലുമിനിയത്തിനുമുള്ള താരിഫ് 50% ഉയർത്താനുള്ള ഡിസിഷനൊക്കെ അനൗൺസ്മെൻറ്റൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു. അതിൻ്റെ മൈനർ നീജർക്ക് റിയാക്ഷൻ ഉണ്ട്. പക്ഷേ മെറ്റൽ സ്റ്റോക്കുകളെല്ലാം തന്നെ ഇന്ന് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് $3,330 പെർ ഔൺസിനാണ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. $315 പെർ ഔൺസാണ് സ്പോട്ട് ഗോൾഡ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. കോപ്പർ, അലുമിനിയം, സിങ്ക് എല്ലാ കമ്മോഡിറ്റികളും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രണ്ട് ക്രൂഡ് ഓയിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം നമ്മുടെ റുപ്പി US$ന് അഗൻസ്റ്റ് ആയിട്ട് മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ ധനകാര്യ വർഷത്തെ Q4 GDP ഡാറ്റ വെള്ളിയാഴ്ച അനൗൺസ് ചെയ്തിരുന്നു. ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് അല്ലെങ്കിൽ ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ ആണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് മാർക്കറ്റിൽ കണ്ടേക്കാം. അതോടൊപ്പം തന്നെ GST കളക്ഷൻ ഡാറ്റയും വന്നിരുന്നു. 2.1 ലക്ഷം കോടി രൂപയാണ് GST കളക്ഷനും വന്നിരിക്കുന്നത്. ഈ ന്യൂസുകളെല്ലാം തന്നെ നമ്മുടെ മാർക്കറ്റിന് പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസുകളാണ്. അതോടൊപ്പം തന്നെ Q4 റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് കാഴ്ചവെച്ചിട്ടുള്ള കമ്പനികൾ അസ്ട്രാസെനക്ക, അതുപോലെ തന്നെ നൈക്ക, ജെനസിസ് ഇന്റർനാഷണൽ, എംബസി ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ്, ജെനസ് പവർ ഇൻഫ്രാസ്ട്രക്ചർ, ഈ കമ്പനികളൊക്കെയാണ് വെള്ളിയാഴ്ച ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് Q4 റിസൾട്ടുകളും അതുപോലെ തന്നെ ആനുവൽ റിസൾട്ടുകളും കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ സ്റ്റോക്കുകളിലൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് പുതിയ ലിസ്റ്റിംഗ് വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന എല്ലാ IPOസും ഓവർ സബ്സ്ക്രൈബ്ഡ് ആയിരുന്നു. ഇന്ന് ലിസ്റ്റിംഗ് വരുന്നുണ്ട്. ഒപ്പം നാളെ പ്രോസ്റ്റാം ഇൻഫോസിസ്റ്റംസ് 96.68 ടൈംസ് ആയിരുന്നു സബ്സ്ക്രിപ്ഷൻ വന്നിരുന്നത്. ഈ IPOയും ലിസ്റ്റിംഗ് വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള IPOs BSE SMEയിലുള്ളൊരു IPO ആണ്. യൂണിഫൈഡ് ഡാറ്റ ടെക് സൊല്യൂഷൻസ് നല്ലൊരു കമ്പനിയാണ്. 10% ഹൈയിലാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ലിസ്റ്റിംഗ് ഗെയിം 10% ഉണ്ട്. ലോങ് റണ്ണിൽ ഈ കമ്പനി മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ Q4 ആനുവൽ റിസൾട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഡിഫൻസ് സെക്ടറിൽ നിന്ന് ഭാരത് ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ റിലയൻസ് ഇൻഫ്ര, സെൻ ടെക്നോളജീസ്, ഈ സ്റ്റോക്കുകളൊക്കെയാണ് ഔട്ട് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പവർ, ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമർ രംഗത്തുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ ടാരിൽ ലിമിറ്റഡ്, പവർ ഇന്ത്യ, അതായത് ഹിറ്റാച്ചി എനർജി, ഷിൽചാർ ടെക്നോളജീസ് 1:2 ബോണസും ഉണ്ട്. റെക്കോർഡ് ഡേറ്റ് 6-ാം തീയതിയാണ്, ജൂൺ 6-ാം തീയതിയാണ്. അതോടൊപ്പം തന്നെ മറ്റ് കമ്പനികൾ പോസിറ്റീവ് റിസൾട്ടുകൾ കാഴ്ചവെച്ചുള്ള സീമൻസ് ലിമിറ്റഡ്, വെർണോവ, ഈ കമ്പനികളൊക്കെയാണ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് റിസൾട്ട് കാഴ്ചവെച്ചിട്ടുള്ളത്. സോളാർ രംഗത്ത് നിന്ന് വാരിയുണ്ട്, ആക്മയുണ്ട്, അതുപോലെ തന്നെ പ്രീമിയർ എനർജീസ് ഉണ്ട്. വിൻഡ് പവർ രംഗത്താണെങ്കിൽ സുസ്ലോൺ ഉണ്ട്, ഇനോക്സ് വിൻഡ് ഉണ്ട്. ഒപ്പം പവർ സെക്ടറിൽ നിന്ന് റിലയൻസ് പവറും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് റിസൾട്ടും ധാരാളം റിന്യൂവബിൾ എനർജിയിലേക്ക് എൻട്രി ആണ്. അപ്പോൾ ഈ കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ലിക്കർ കമ്പനികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ പിക്കാഡിലി എഗ്രോ, കഴിഞ്ഞ വർഷം മുതൽ ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ ഡ്രിങ്ക് ചെയ്യുന്നത് ഇന്ത്യൻ മെയ്ഡ് സ്കോച്ച് വിസ്കിയാണ്. സിംഗിൾ മാൾട്ട് സ്കോച്ച് വിസ്കിയിൽ ഇപ്പോൾ ഗ്ലോബൽ ലീഡർ എന്ന് വേണമെങ്കിൽ പറയാം പിക്കാഡിലി അഗ്രോ ആണ്. പിക്കാഡിലി അഗ്രോ അടുത്ത മാസങ്ങളിൽ സ്കോട്ട്ലൻഡിൽ അക്വയർ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയിൽ നിന്നുള്ള പ്രൊഡക്ഷൻ ആരംഭിക്കുകയാണ്. പിക്കാഡിലി അഗ്രോനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. റാഡിക്കോ ഗൈത്താനും പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസാണിത്. അതോടൊപ്പം തന്നെ ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ നെറ്റ്വെബ്, E2E നെറ്റ്വർക്ക്, ബ്ലാക്ക് ബോക്സ്, ഈ കമ്പനികളെ സംബന്ധിച്ച് നല്ല ഡേയ്സാണ് ഹെഡ് ഉള്ളത്. ചൈനയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന എക്കണോമിക് ന്യൂസ് ഫ്ലസ് എല്ലാം തന്നെ ചൈനീസ് എക്കണോമിക്ക് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും താരിഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. തീർച്ചയായിട്ടും ഏഷ്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം കാർബോറണ്ടർ യൂണിവേഴ്സിൽ നല്ല ഗൈഡൻസ് ആണ് ഫ്യൂച്ചർ ഗ്രോത്തിനെ കുറിച്ച് കൊടുത്തിട്ടുള്ളത്. കോൾ ഇന്ത്യയുടെ 2 സബ്സിഡിയറികൾ IPOയ്ക്ക് ഫയൽ ചെയ്തിട്ടുണ്ട്. കോൾ ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്.
അതോടൊപ്പം തന്നെ റിലയൻസ് ഇൻഫ്ര വലിയ ഗൈഡൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഡിഫൻസ് എക്സ്പോർട്ടിനെ കുറിച്ച്. തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസാണ്. ഓൾറെഡി അവർ അനൗൺസ് ചെയ്തിരുന്നു ഈ JV ഒക്കെ ഡിഫൻസ് റിലേറ്റഡ് JV റെയിൻ മെറ്റൽ ജർമ്മൻ കമ്പനിയായിട്ട്. L&T വളരെ അഗ്രസീവായിട്ട് സ്മോൾ ആൻഡ് മീഡിയം റിയാക്ടർ രംഗത്തേക്ക് കടക്കുകയാണ്. സ്മോൾ ആൻഡ് മീഡിയം റിയാക്ടറാണ് ഇപ്പോൾ ന്യൂക്ലിയർ പവർ രംഗത്ത് ഏറ്റവും അട്രാക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സെഗ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ L&Tനെ സംബന്ധിച്ച് ലോങ് ടൈമിൽ പോസിറ്റീവാണ്. കഴിഞ്ഞ മാസത്തെ നമ്മുടെ ഓട്ടോമൊബൈൽ സെയിൽസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഔട്ട് പെർഫോമൻസ് കാഴ്ചവെച്ചുള്ള TVS മോട്ടോഴ്സും ഏഷ്യർ മോട്ടോഴ്സും ആണ്. M&M ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ ആണ്, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻ ആണ്. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സാണ് വളരെ മോശം സെയിൽസ് ഫിഗർ കാഴ്ചവെച്ചിട്ടുള്ളത്. അതിൻ്റെ ഇമ്പാക്റ്റൊക്കെ ഒരു പക്ഷേ മാർക്കറ്റിലുണ്ടായേക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ വെൽസ്പൻ കോർപ്പ്, വെൽസ്പൻ ലിവിങ്, ഈ കമ്പനികൾ രണ്ടും US റിലേറ്റഡ് ന്യൂസ് ഫ്ലോസിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഭാവിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്റ്റോക്കുകളും ഒരുപക്ഷെ വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. പവർ കൺസംഷൻ മെയ് മാസത്തിൽ 4% കുറവാണ്. ഇയർലി മൺസൂണിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്. അതോടൊപ്പം തന്നെ ഇർക്കോൺ 1068.35 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. IFB അഗ്രോ കാർഗിൽ ഇന്ത്യയുടെ ഷ്രിമ്പ് അതുപോലെ തന്നെ ഫ്രഷ് വാട്ടർ ഫിഷ് ഫുഡ് ബിസിനസ് അക്വയർ ചെയ്യാണ്. IFB അഗ്രോനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. KRN ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് പുതിയ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്നുള്ള കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. സുമിധാമോ മുനിസിപ്പൽ ബാങ്കിങ് കോർപ്പറേഷൻ RBIയുടെ അപ്രൂവലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഹോളി ഓൺ സബ്സിഡിയറിക്ക് വേണ്ടി യെസ് ബാങ്കിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. IDBIയുടെ ഡൈവെസ്റ്റ്മെൻറ്റ് അടുത്ത മാസങ്ങളിൽ നടന്നേക്കാം. IDBI വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. എമിറേറ്റ്സ് NBD അതുപോലെ തന്നെ കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ഫെയർഫാക്സ്, ഈ ഗ്രൂപ്പുകളൊക്കെയാണ് IDBIയുടെ സ്റ്റേക്ക് അക്വയർ ചെയ്യാനായിട്ട് മുന്നിലുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ടെലികോം കമ്പനികൾ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. സാറ്റലൈറ്റ് സ്പെക്ട്രം ഫീസ് ട്രായ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് വളരെ കുറവാണെന്നുള്ളൊരു കംപ്ലൈൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് റിലേറ്റഡ് ആയ ന്യൂസ് ഫ്ലോസ് ഒക്കെ വന്നേക്കാം. സോളാർ ഇൻഡസ്ട്രീസ് 402 കോടി രൂപ ഓർഡർ കോൾ ഇന്ത്യയിൽ നിന്ന് ബാക്ക് ചെയ്തിട്ടുണ്ട്. ഒലക്ട്രയുടെ ഓർഡർ, ഇലക്ട്രിക് ബസ്സുകൾക്കുള്ള ഓർഡർ കുറച്ചിരിക്കുകയാണ് തെലങ്കാന ഗവൺമെൻറ്. മുമ്പ് 50 ബസ്സുകൾക്കുള്ള ഓർഡർ ആയിരുന്നത് 10 ഓർഡറായിട്ട് കുറച്ചിരിക്കുകയാണ്. ഒപ്പം ഫണ്ടുകൾ ബൈ ചെയ്യുന്നത് ഓർക്കിഡ് ഫാർമ അതുപോലെ തന്നെ എറ്റേണൽ, അതായത് നമ്മുടെ സൊമാറ്റോ ഒക്കെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഫണ്ടുകൾ ബൈ ചെയ്തിട്ടുള്ളത്. പ്രൊമോട്ടർ ക്രോസ് എന്ന കമ്പനിയിൽ പ്രൊമോട്ടറും സ്റ്റേക്ക് ബൈ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഫോറിൻ പോർട്ട്ഫോളിയോയുടെ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ 6449.74 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ ഒരു വിറ്ററിക്കാണ്. ഡൊമസ്റ്റിക് ഫണ്ടുകൾ 9095.41 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചൊരു വൊളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാൻ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ആണ് ഇതിന് കാരണം. എന്നിരുന്നാലും നമ്മുടെ ലോങ് ടേം വ്യൂ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ദീപാവലിക്ക് മുമ്പ് നിഫ്റ്റിയും സെൻസസും പുതിയ റെക്കോർഡ് ഹൈ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ ഒരു ഒപ്റ്റിമിസ്റ്റിക് വ്യൂവിൽ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുക. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ മാർക്കറ്റ് താഴെ വരികയാണെങ്കിൽ മുമ്പ് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് വാങ്ങാനുള്ളൊരു ഡിസിഷൻ എടുക്കുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.